കർത്താവിന്റെ ശിഷ്യന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പത്രോസ്. പത്രോസിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തിനും എടുത്തു ചാടുന്ന ഒരു സ്വഭാവക്കാരനാണ്. മരിക്കാനാണെങ്കിലും തയ്യാറാണ്, വാളെടുത്ത് വെട്ടാനും തയ്യാറാണ്. എന്നാൽ പത്രോസിന്റെ ജീവിതത്തിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് പോയ ഒരു സമയമുണ്ട്. ഒന്നല്ല, 3 പ്രാവശ്യം. ഈ 3 പ്രാവശ്യം താൻ തള്ളിപ്പറഞ്ഞു പോയെങ്കിലും മടങ്ങി വരാനുള്ള വലിയൊരു മനസ്സ് തനിക്കുണ്ടായിരുന്നു. തന്റെ ജീവിതം നമുക്കെപ്പോഴും ഒരു മാതൃകയാണ്. ജീവിതത്തിൽ തെറ്റുകൾ പറ്റുമ്പോൾ ദൈവസന്നിധി നമ്മൾ അകന്നു പോകുകയല്ല ചെയ്യേണ്ടത്, കൂടുതൽ അടുത്തു വരണം. നമുക്ക് തെറ്റുപറ്റുമ്പോഴും നമ്മെ നോക്കുന്നൊരു കർത്താവുണ്ട്. കോഴി 3 പ്രാവശ്യം കൂവി, പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശു അവനെ നോക്കിയെന്നാണ് പറയുന്നത്. കർത്താവ് നമ്മളെ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ആരും പൂർണ്ണരല്ല. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, തെറ്റുപറ്റിയെന്നും പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. ശുശ്രൂഷയിൽ നിന്ന് പിന്മാറേണ്ട കാര്യമില്ല. ആത്മീയ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ട കാര്യമില്ല. കർത്താവ് ഇപ്പോഴും ക്ഷമിക്കാൻ തയ്യാറാണ്, നിങ്ങളെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അറിയേണ്ടത്, മടങ്ങി വന്നാൽ കർത്താവ് നമ്മോട് തെറ്റുകളെ ക്ഷമിക്കും, കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കും. യൂദ താൻ തെറ്റ് ചെയ്തു, എന്നാൽ യേശുവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ ഒരു മുഴം കയറിൽ ജീവിതം തീർത്തപ്പം പത്രോസ് യേശുവിന്റെ അടുത്തേക്ക് വന്ന് വീണ്ടും തെറ്റുകൾ ഏറ്റുപറയാൻ, വീണ്ടും കർത്താവിനോട് പറയാൻ, കർത്താവ് എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ തയ്യാറായപ്പോൾ തന്നെ ഉപയോഗിക്കാൻ കർത്താവ് സന്നദ്ധനായി. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ആടുകളെ മേയിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം പത്രോസിനെ കർത്താവ് ഏൽപ്പിക്കുന്നത്. അതും യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷമാണ്. ഞാൻ ചിന്തിക്കുന്നത്, പത്രോസ് മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഈ ദൗത്യം ആരെ ഏൽപ്പിച്ചേനെ? ആദിമസഭയ്ക്ക് ഏറ്റവും മികച്ച നേതൃത്വം കൊടുത്ത ഒരാളായി പത്രോസ് മാറാൻ കാരണം താൻ മടങ്ങി വന്നതുകൊണ്ടാണ്. ഇന്നത്തെ ചിന്ത ഇത്രയേ ഉള്ളൂ: മടങ്ങി വരിക, കർത്താവിലേക്ക് മടങ്ങി വരിക, നിങ്ങളുടെ ശുശ്രൂഷയിലേക്ക് മടങ്ങി വരിക, നിങ്ങളെ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യത്തിലേക്ക് മടങ്ങി വരിക, ആത്മീയ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരിക, ആത്മീയ ബന്ധങ്ങളിലേക്ക് മടങ്ങി വരിക. അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്, വലിയൊരു പ്ലാനുണ്ട്. പത്രോസിനെ കർത്താവ് വിളിക്കുമ്പോൾ തന്നെ പത്രോസിനെ കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല സമയത്ത് തെന്നി മാറിയിട്ടും അവനെ കൈവിടാതിരുന്നത്. അതെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. യാദൃച്ഛികമായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന ആളല്ല, ദൈവത്തിന്റെ പദ്ധതിയില്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയൊരു പ്ലാൻ ഉള്ളത് കൊണ്ട് ഇന്ന് പറയണം, കർത്താവേ, ഞാൻ മടങ്ങി വരികയാണ്, ഞാൻ തെറ്റാ ചെയ്തത്, പക്ഷേ കർത്താവിനോട് ക്ഷമിക്കും. പിശാച് പറയും അത് ക്ഷമിക്കപ്പെടത്തില്ല, നിനക്കിനി ആത്മീക ജീവിതം സാധ്യമല്ലെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ഇല്ല, ഞാനത് ക്ഷമിക്കാൻ തയ്യാറാ. നീ മടങ്ങി വരുമെങ്കിൽ നിനക്ക് വേണ്ടി മാത്രം ഞാൻ കാത്തിരിക്കുകയാണ്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനാണ് എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. യേശുവിന് ശിഷ്യനായി താൻ കൂടെ നടന്ന് യേശുവിൽ നിന്നുള്ള പാപക്ഷമ അനുഭവിച്ചു കഴിഞ്ഞപ്പം താൻ ലേഖനം എഴുതുമ്പോൾ താൻ വീണ്ടും പറയുകയാണ്, അവരിൽ നമുക്ക് പാപത്തിന്റെ മോചനമുണ്ട്, ശുദ്ധീകരണമുണ്ട്. അതെ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കൂടുതൽ നമ്മളെ തന്നെ പണിയാം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.